നിലവിലെ വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് കോഴിക്കോട്ടെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ. ഇന്ധനവിലയും വാഹന പരിപാലന ചെലവും കൂടിയെങ്കിലും യാത്രാനിരക്ക് ഉയർത്താൻ അധികൃതർ തയ്യാറാകാത്തതാണ് തിരിച്ചടിയാകുന്നത്. പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ വന്നതോടെ ടാക്സി ഡ്രൈവർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആവശ്യമായ യാത്രാനിരക്ക് പോലും ലഭിക്കാതെ കാലങ്ങളായി ദുരിതമനുഭവിക്കുകയാണ് കോഴിക്കോട്ടെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ. ഇതോടെ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നീ റൂട്ടുകളിലെ നിരക്കുകൾ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ പുനർനിർണയിക്കുക, മടക്കയാത്രകൾക്ക് കിലോമീറ്ററിന് 30 രൂപ ഈടാക്കുക, ലോക്കൽ യാത്രകൾക്കുള്ള മിനിമം ചാർജ് 180 രൂപയാക്കുക, സാങ്കേതിക പേയ്മെന്റ് പ്രശ്നങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കാൻ കോഴിക്കോട് ലോക്കൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ശക്തമാക്കുകയാണ് ഡ്രൈവർമാർ. പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ വന്നതോടെയാണ് ഇവർ സമരത്തിലേക്ക് കടന്നത്. നിങ്ങൾ സ്വതന്ത്രമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്, ഞങ്ങളും സ്വതന്ത്രമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും തമ്മിൽ മറ്റ് ബന്ധങ്ങളൊന്നുമില്ല. ഒരു ആപ്പിൻ്റെ ഇതിൽ നിങ്ങൾ ഓടുന്നു, ഞങ്ങൾ ആ ആപ്പ് പ്രദാനം ചെയ്യുന്നു, അതിന് ഒരു പ്ലാറ്റ്ഫോം ഫീ ഞങ്ങൾ വാങ്ങുന്നു. അല്ലാതെ ഞങ്ങൾ യാതൊരു തരത്തിലുള്ള ട്രാൻസ്പോർട്ട് സർവീസുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെൻറ്റ് കൊണ്ടുവന്ന് റൈഡറും ഡ്രൈവറും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊബർ ആപ്പിൽ വരുത്തിയ മാറ്റം മൂലം കസ്റ്റമർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്താൽ പോലും കൃത്യമായി അറിയാൻ കഴിയുന്നില്ലെന്നും ഡ്രൈവർമാർ പറയുന്നു. നമ്മളെ ജീവൻ അപകടത്തിലാവുന്ന രീതിയിൽ ചില ആപ്പിൻ്റെ ചില സെറ്റിംഗ് ഉണ്ട്. ഒന്നാമത്തത് എയർപോർട്ടിൽ ഇപ്പം പിക്കപ്പ് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിലേക്ക് നമ്മൾ ഓടി എത്തേണ്ട സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ബുക്കിംഗ് ക്യാൻസലായി പോവുക. കാരണം കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ മാത്രം ഓൺലൈൻ ടാക്സിക്ക് പോയി പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. വയനാട് ജില്ലാ അതിർത്തി കിടക്കുന്ന എല്ലാ യാത്രകൾക്കും പ്രത്യേക മലയോര അലവൻസോ അല്ലെങ്കിൽ ഉയർന്ന കിലോമീറ്റർ നിരക്കോ വേണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. പരാതിയിൽ നടപടിയെടുക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന തീരുമാനത്തിലാണ് ഡ്രൈവർമാർ. അമൃത ന്യൂസ്, കോഴിക്കോട്.